അപ്പൊ മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് കുറച്ച് സമയം ഒരു മാക്സിമം 20 മിനിറ്റിനുള്ളിൽ എല്ലാ ഭാഗവും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എക്സാമിനൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, നോക്കൂ തന്നെ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ചെക്ക് അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്. അല്ലേ, ലെഡ്ജർ അക്കൗണ്ടിന്റെ വ്യക്തത അല്ലെങ്കിൽ അതിന്റെ കൃത്യത മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് ഇതെന്ന് പറയുന്ന മക്കളെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്തിട്ടോ ചെക്ക് അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. അടുത്ത് നോക്കൂ, ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. To ascertain the financial to ascertain the arithmetical accuracy of the ledger account. ledger accountന്റെ കൃത്യത മനസ്സിലാക്കുക, വ്യക്തത മനസ്സിലാക്കുക. To help in locate errors, തെറ്റുകൾ നിങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക. To help in the preparation of final account. final account തയ്യാറാക്കാൻ സഹായിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇമ്പോർട്ടന്റ് ആണ്. കുറെ വട്ടം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ arithmetical accuracy വ്യക്തത മനസ്സിലാക്കാൻ സഹായിക്കുക, തെറ്റുകളിലെങ്കിലും അത് കണ്ടെത്താൻ സഹായിക്കുക, ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ റൂൾസ് എങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന റൂൾസ് ആണ്. അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യാം. പിന്നെ ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക, അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുക കേട്ടോ. ഓർത്ത് വെക്കുക. അത് വെച്ചാൽ നമ്മൾ ട്രയൽ ബാലൻസ് ചെയ്യുക. ഒരു ചോദ്യം ഇതാണ്, ട്രയൽ ബാലൻസ് ഈസ് റീറൈറ്റ് എനി മിസ്റ്റേക്ക്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീറൈറ്റ് ചെയ്യാൻ തിരുത്തി ചെയ്യാനാണ് പറഞ്ഞ ട്രയൽ ബാലൻസ് കേട്ടോ. അപ്പൊ അക്കൗണ്ട് ടൈറ്റിൽ ഡെബിറ്റ് ക്രെഡിറ്റ്, ഇത് ട്രയൽ ബാലൻസിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഫോർമാറ്റ് കൂടി ആ കൂട്ടത്തിൽ പഠിച്ചു. അക്കൗണ്ട് ടൈറ്റിൽ ഡെബിറ്റ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ ഇത് തെറ്റാണ്. ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യും നമ്മുടെ റൂൾ അനുസരിച്ച്. അപ്പൊ 2 ലക്ഷം ഇവിടെ. പിന്നെ പർച്ചേസ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, അത് ശരിയാണ്. സെയിൽസ് റിട്ടേൺ തെറ്റാണ്, 4000. സെയിൽസ് റിട്ടേൺ അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് ക്രെഡിറ്റ് ആണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ് 4000. പിന്നെ സെയിൽസ് ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞത് പർച്ചേസ് റിട്ടേൺ എത്രയാണ്? 3000. അത് തെറ്റാണ്. പർച്ചേസ് റിട്ടേൺ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, കാരണം പർച്ചേസ് ഡെബിറ്റ് ആയതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അല്ലെ, മെഷീനറി അസറ്റ് ആണ്, ഇത് തെറ്റാണ്. മെഷീനറി ഇങ്ങോട്ട് വരും 1,50,000. മെഷീനറി അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ബിൽഡിംഗ് അസറ്റ് ആണ്, അപ്പൊ തെറ്റ് 1 ലക്ഷം. അല്ലെ, 1 ലക്ഷം. പിന്നെ ക്യാഷ് അസറ്റ് ആണ്, തെറ്റ് 27,000. ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ബാലൻസ് ചെയ്ത് നോക്കുക, നമ്മൾ എത്ര കിട്ടുന്നുള്ളൂ. അല്ലെ, നോക്കുക നമ്മൾ ഈ ഭാഗം 2,50,000, 2,50,000 പ്ലസ് 27,000 പ്ലസ് 4,000 പ്ലസ് എത്ര ഉണ്ട്? 50,000. അപ്പൊ 3,31,000. അല്ലെ, 3,00,000. ഇനി ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 2 ലക്ഷം. പിന്നെ 2 ലക്ഷം 3,28,000. 3,28,000 പ്ലസ് എത്ര ഉണ്ട്? 3,000 ഉണ്ട്. അപ്പൊ 3,31,000. 2 സൈഡ് 3,31,000. കൂട്ടാനൊക്കെ നിങ്ങൾ കൂട്ടി വെക്കുക. ഇങ്ങനെയാണ് ചെയ്യുക. കുറച്ച് സമയം അപ്പൊ മാക്സിമം കാര്യം പറയണം. അതുകൊണ്ട് അങ്ങനെ ട്രയൽ ബാലൻസ് ആ റൂൾ പഠിച്ചു കേട്ടോ. അപ്പൊ റീറൈറ്റ് ചെയ്യാനാണ്. ഇനി ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കൂ. ഇത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്, ഡെബിറ്റ് ക്രെഡിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓരോന്ന് എഴുതുന്നില്ല. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, അപ്പൊ നമ്മൾ ഡെബിറ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ടോ. ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്, അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഈ ട്രയൽ ബാലൻസ് രണ്ട് ഈക്വൽ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, സെയിൽസ് ഇൻകം ആണ്, അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. 3 ലക്ഷം ഇൻകം ക്രെഡിറ്റ് ആണ് ചെയ്യുക. പ്രിലിമിനറി എക്സ്പെൻസ് അസറ്റ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, കാരണം ക്യാപിറ്റൽ കുറയുക ചെയ്യുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്, അപ്പൊ ഡെബിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് ചെയ്യും. പിന്നെ അഡ്വാൻസ് ഫ്രം രാജ്യത്തിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. നമ്മൾ ഒരാളെടുത്ത് നിന്ന് അഡ്വാൻസ് ആയിട്ട് കമ്പനി വാങ്ങി വെച്ചതാണ്, അപ്പൊ എന്താണത്? ലയബിലിറ്റി ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഓവർ ഡ്രാഫ്റ്റ് അതും ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ബിൽഡിംഗ് അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. നിങ്ങൾ കൂട്ടിയൊക്കെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സംശയമുള്ള സാധനം ബാഡ് ഡെപ്റ്റ് എപ്പോഴും ഡെബിറ്റ് ചെയ്യാതെ എക്സ്പെൻസ് ആണ് കേട്ടോ. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെ എന്ത് ചെയ്യുന്നത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അസറ്റ് ലയബിലിറ്റി ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിട്ട് നേരിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, ഇതാണ് ട്രയൽ ബാലൻസിന്റെ രൂപം. അപ്പൊ ഫോർമാറ്റ് പഠിക്കാൻ നമ്മൾ 2 പ്രോബ്ലം പറഞ്ഞു. അതിന്റെ റൂൾസ് വർക്ക് ചെയ്ത് ഇതാണ് അതിന്റെ റൂൾസ് കേട്ടോ. ആ റൂൾസ് വിട്ടുപോകാൻ ഈ റൂൾസ് മറിച്ച് വെച്ചാണ് ചെയ്യുക കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് എറേഴ്സ്, 4 തരം എറേഴ്സ് ഉണ്ട്. ഇതിന്റെ മറ്റൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് എറേഴ്സ്. 4 തരം എറേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്നും എന്താണ്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് എറേഴ്സ്. അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസിനെതിരായിട്ട് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ അതിന് പറഞ്ഞ പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ.
എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടു പോകണം അല്ലേ. ട്രാൻസാക്ഷൻ റെക്കോർഡ് അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് കോൾഡ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. നമ്മൾ ട്രാൻസാക്ഷൻ വിട്ടുപോകുക, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുക. ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നത് എന്ന് പറയാം എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയാം. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്യുക, മൊത്തത്തിൽ വിട്ടുപോകുക. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി വിട്ടുപോകുന്നതാണ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പിന്നെ പാർഷ്യൽ ഒമിഷൻ. ഇതിനാണ് വിട്ടുപോയി പാർഷ്യൽ ഒമിഷൻ, അവിടെ അടിയിലാണ്. പാർഷ്യൽ ഒമിഷൻ പറഞ്ഞ ട്രാൻസാക്ഷന്റെ ഒരു ഭാഗം മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ മൂന്നാമതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷൻ അപ്പൊ ഒന്ന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, മറ്റേ എറേഴ്സ് ഓഫ് ഒമിഷൻ. ഇത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ് കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നത് രണ്ട് കേട്ടോ, ഒരു ട്രാൻസാക്ഷൻ ഒരു ഭാഗം മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഒമിഷൻ കമ്മീഷൻ പറഞ്ഞാൽ എന്താ, ടോട്ടൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, ബാലൻസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, റോങ് കാസ്റ്റിംഗ് മിസ്റ്റേക്ക്, അണ്ടർ കാസ്റ്റിംഗ് ഓവർ കാസ്റ്റിംഗും, പിന്നെ റോങ് എമൗണ്ട് തെറ്റായിട്ട് 5000 കൊടുത്ത് 10,000 10,000 കൊടുത്ത് 5000 അങ്ങനെ ഒരു തെറ്റ്, പിന്നെ റോങ് സബ്സിഡറി ബുക്കിലേക്ക് ഇതൊക്കെയാണ് വരുന്ന തെറ്റ് കമ്മീഷൻ. കോമ്പൻസേറ്റ് എറർ എന്ന് പറഞ്ഞാൽ വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ. ഒരു തെറ്റ് മറ്റൊരു തെറ്റ് കൊണ്ട് എന്ത് ചെയ്യുക പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞ പേരാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടോ. അത്രയാണ് നമുക്ക് ഇതിന് പറയാനുള്ളത്. ഇനി നമ്മൾ റെക്ടിഫൈ ദ ഫോളോയിങ് താഴെപ്പറയുന്ന ട്രാൻസാക്ഷൻ റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞത് കുറച്ച് സമയം പെട്ടെന്ന് കാണിക്കും. നോക്കൂ, ക്യാഷ് റിസീവ്ഡ് ഫ്രം രമ ഹാവ് ബീൻ ക്രെഡിറ്റഡ് ടു ദ അക്കൗണ്ട് ഓഫ് രാംകുമാർ. അല്ലെ, പിന്നെ രാമന്റെ അടുത്ത് പൈസ കിട്ടുമ്പോൾ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാമൻ എന്നാണ്. ഇതാണ് കറക്റ്റ് എൻട്രി. കറക്റ്റ് എൻട്രി ഇതാണ് ഈ ചോദ്യത്തിൽ. അതിൽ അവർ ആര് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു? രാംകുമാറിന് ക്രെഡിറ്റ് ചെയ്തു. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാംകുമാർ എഴുതി. അതായത് രാമൻ എഴുതേണ്ട സ്ഥാനത്ത് അവരെന്ത് എഴുതി? രാംകുമാർ എഴുതി. ഇവിടെയാണ് മിസ്റ്റേക്ക്. ഇതാണ് റോങ് എൻട്രി. അതാണ് റോങ് എൻട്രി. ഇവിടെ മിസ്റ്റേക്ക് ആരൊക്കെ? രാമന്റെ മിസ്റ്റേക്ക്. അപ്പൊ ഈ റോങ് എൻട്രി എടുക്കാത്ത ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യുമ്പോൾ അതിനെന്താ ചെയ്യാ? ഡെബിറ്റ് ചെയ്യാം. എന്താണ്? രാംകുമാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാമൻ. അതാണ് റെക്ടിഫിക്കേഷൻ. രാംകുമാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാമൻ. വളരെ പെട്ടെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടോ. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ടി രാജൻ has been credited to B രാജൻ. ടി രാജന്റെ സാധനം പർച്ചേസ് ചെയ്തത് കടത്തിന് ടി രാജന്റെ സാധനം വാങ്ങിയത് ബി രാജന്റെ അക്കൗണ്ട് എത്തി. ടി രാജന്റെ അടുത്ത് വാങ്ങിയത് ബി രാജന്റെ അടുത്ത് എഴുതി എന്ന് പറയും. അപ്പൊ കറക്റ്റ് എൻട്രി ടി രാജന്റെ അടുത്ത് വാങ്ങാൻ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി രാജൻ എന്നാണ് എൻട്രി വരിക. ആ സ്ഥാനത്ത് ഇവര് ബി രാജൻ എഴുതിയെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു റോങ് ആയിട്ട് എഴുതിയത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി രാജൻ. ഇതാണ് റോങ് എൻട്രി. റോങ്. ഇത് കറക്റ്റ് എൻട്രി ആണ്. ഇവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്. ബി രാജൻ ആരൊക്കെയാണ്? ടി രാജനായിട്ട്. അപ്പൊ തെറ്റ് എൻട്രി എന്താണ്? അത് ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ തിരുത്തുമ്പോൾ അതിനെ ഡെബിറ്റ് ആക്കണം. ബി രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി രാജൻ. എമൗണ്ട് കൊടുക്കണം, എമൗണ്ട് കൊടുക്കാൻ കേട്ടോ. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. അടുത്ത് നോക്കൂ. അടുത്ത 500 രൂപ സ്പെൻഡ് ഫോർ റിപ്പയറിംഗ് ഓഫ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ റിപ്പയറിംഗിന് വേണ്ടി പൈസ ചെലവാക്കി. ഡെബിറ്റ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. റിപ്പയറിംഗിന് വേണ്ടി പൈസ ചെലവാക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് എൻട്രി വരെ പഠിച്ചോളി. റിപ്പയറിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. റിപ്പയർ ഫിക്സ്ഡ് അസറ്റ് റിപ്പയറിംഗ് പൈസ റിപ്പയറിംഗ് അക്കൗണ്ട് ടു ക്യാഷ്. ആ സ്ഥാനത്ത് അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അവർ ഡെബിറ്റ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. ഡെബിറ്റ് ടു ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതായത് റിപ്പയറിംഗിന്റെ സ്ഥാനത്ത് അവർ എഴുതി റോങ് ആയിട്ട് അവർ എഴുതി ബിൽഡിങ്ങിനെ എഴുതി ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കുറച്ച് സമയം അതോടെ സ്പീഡ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇതാണ് മിസ്റ്റേക്ക്. ഇവിടെ മിസ്റ്റേക്ക് കണ്ടോ? ആരുടെ മിസ്റ്റേക്ക്? റിപ്പയറിംഗ് വെച്ച്. ഇനി റെക്ടിഫൈ നോക്കി എങ്ങനെയാണ് ഈ ബിൽഡിംഗ് ഡെബിറ്റ് അല്ല. അപ്പൊ അതിനെ റെക്ടിഫൈ ക്രെഡിറ്റ് ചെയ്യുക ടു ബിൽഡിംഗ്. അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഡെബിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്താൽ ഏറ്റവും ബിൽഡിംഗ് ആയിട്ടില്ല. അപ്പം ഓക്കെ, റിപ്പയറിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽഡിംഗ്. ഓക്കെ, എമൗണ്ട് കൊടുക്കട്ടോ. പിന്നെ അടുത്ത് നോക്കൂ. 10,000 ഡ്രോ ബൈ ദി പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഹാസ് ബീൻ ഷോൺ ആസ് എ ട്രേഡ് എക്സ്പെൻസ്. അല്ലേ, ഒരു 1000 രൂപ ഇയാൾ പിൻവലിച്ചു. ഓണർ പേഴ്സണൽ യൂസിന് പൈസ പിൻവലിച്ചു. പേഴ്സണൽ യൂസിന് പൈസ പിൻവലിക്കുമ്പോൾ കറക്റ്റ് എൻട്രി ബാങ്ക് ഒന്നും പറഞ്ഞില്ല. പിൻവലിക്കുമ്പോൾ എൻട്രി വരിക ഡ്രോയിങ്സ്. ഞാൻ ചുരുക്കിയിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. കറക്റ്റ്. ആ സ്ഥാനത്ത് ഇവര് എന്താ പറഞ്ഞത്? ആ സ്ഥാനത്ത് യു ഹാസ് ബീൻ ഷോൺ ആസ് എ ട്രേഡ് എക്സ്പെൻസ്. അതൊരു ട്രേഡ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു തന്നെ. ട്രേഡ് എക്സ്പെൻസ് അതായത് ഈ ഡ്രോയിങ്സിന്റെ സ്ഥാനത്ത് അവർ എന്ത് ചെയ്ത് ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് അവർ എഴുതി. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇനി നമ്മൾ തെറ്റിയത് ഇവിടെയാണ് മിസ്റ്റേക്ക്. ഡെബിറ്റില് ഇത് എന്നിട്ട് ഡ്രോയിങ്സിലേറ്റ മിസ്റ്റേക്ക്. ഈ സാധനം ഡെബിറ്റ് ചെയ്യുന്നതിനെ റെക്ടിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അതിനെ ക്രെഡിറ്റ് ചെയ്യുക ടു ട്രേഡ് എക്സ്പെൻസ്. ട്രേഡ് എക്സ്പെൻസ്. ഞാൻ നോക്കൂ ഏതാണ് പിന്നെ അതിന്റെ മിസ്റ്റേക്ക് ഉണ്ടായത്? ഡ്രോയിങ്സ്. അപ്പൊ ഡ്രോയിങ്സ്
അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡ് എക്സ്പെൻസ് എന്നാണ് വരിക. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. അത് നോക്കൂ, കമ്മീഷൻ റുപ്പീസ് 150 പെയ്ഡ് ഹാസ് ബീൻ പോസ്റ്റഡ്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ അതില്. ഓക്കെ, സാലറി പെയ്ഡ് റുപ്പീസ് 1500 വാസ് റോങ്ലി ഡെബിറ്റഡ് ടു വേജ് അക്കൗണ്ട്. വേജ് അക്കൗണ്ട് നമ്മൾ കാണില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സാലറി പെയ്ഡ്. അതിന്റെ അടിയിലുള്ള ട്രാൻസാക്ഷൻ ആണ് സാലറി പെയ്ഡ്. സാലറി കൊടുത്തത് സാലറി പെയ്ഡ് ചെയ്തത് വേജ് അക്കൗണ്ട് എഴുതി എന്നാണ് പറഞ്ഞത്. ഇതാണ് ചോദ്യം. സാലറി പെയ്ഡ് പിന്നെ കൊടുത്തത് വേജ് അക്കൗണ്ട് എഴുതി എന്നാണ് പറഞ്ഞത്. സാലറി പെയ്ഡ് എഴുതാം. എന്താണ്? സാലറി പെയ്ഡ് റുപ്പീസ് 1500 വാസ് റോങ്ലി ഡെബിറ്റഡ് ടു വേജ് അക്കൗണ്ട് കേട്ടോ. വേജ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. സാലറി കൊടുക്കുമ്പോൾ എൻട്രി വരിക സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി വരിക. ആ സ്ഥാനത്ത് വേജ് അക്കൗണ്ട് എഴുതി എന്നാണ് പറഞ്ഞത്. റോങ് എൻട്രി. അതായത് വേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എഴുതി. ഇതാണ് റോങ് എൻട്രി. ഇവിടെയാണ് മിസ്റ്റേക്ക്. ഇതിന്റെ മിസ്റ്റേക്ക് സാലറി മിസ്റ്റേക്ക്. ഇത് ഡെബിറ്റ് ആണ്. അപ്പൊ അതിനെ റിട്രീവ് ക്രിയേറ്റ് ചെയ്യാം ടു വേജ്. ഓക്കെ, പിന്നെ സാലറി വിളിച്ച് ഡെബിറ്റ് ചെയ്യാം. അപ്പൊ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജ് എന്നാണ് റെക്ടിഫിക്കേഷൻ. അതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി നോക്കി സെയിൽസ് ബുക്ക്, നമുക്ക് അണ്ടർ കാഷ്. ഇത് ഒരു നമ്മളെ പിന്നെ സസ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി അക്കൗണ്ട് ആണ് അല്ലെ, ഒരു താൽക്കാലിക അക്കൗണ്ട് ആണ്. നമ്മൾ തയ്യാറാക്കുന്ന താൽക്കാലിക അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പഠിച്ചിട്ട് ഒരു ടെമ്പററി അക്കൗണ്ട് പഠിച്ചേക്കുക. ട്രയൽ ബാലൻസ് ഡിസഗ്രി അല്ലാത്ത സമയത്ത്, ഈക്വൽ അല്ലാത്ത സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന താൽക്കാലിക അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരാണ് ട്രയൽ ബാലൻസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി സെയിൽസ് ബുക്ക്, സെയിൽസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് റുപ്പീസ്. അപ്പൊ നോക്കുക, സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് എന്ന് പറഞ്ഞത്. അണ്ടർ കാസ്റ്റും ഓവർ കാസ്റ്റും വന്നാൽ പഠിച്ചേക്കുക. അണ്ടർ കാസ്റ്റും ഓവർ കാസ്റ്റും അതുപോലെ തന്നെ വൺ സൈഡ് അറിവാണെങ്കിൽ അവിടെ എന്തായിരിക്കും, പിന്നെ സസ്പെൻസ് അക്കൗണ്ട് ആയിരിക്കും അതിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാകുക. അതാരും മനസ്സിലാക്കി വെക്കട്ടോ. അതുപോലെ ഈ ചോദ്യം നോക്കൂ കേട്ടോ. ഇവിടെ എന്താണ് സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് 200 രൂപ കുറഞ്ഞു. സെയിൽസ് ബുക്ക് 200 രൂപ കുറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ കുറയുന്നില്ല, നമ്മൾ എത്ര ഉള്ളത് അതിനേക്കാൾ കുറയുന്നതിന് പറഞ്ഞ പേരാണ് പിന്നെ അണ്ടർ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 10,000 ഉള്ളത് നമ്മൾ 9,000 എഴുതി, 9,000 കൊടുത്ത് 8,000 എഴുതി, അങ്ങനെ കുറഞ്ഞു പോണെന്ന് പറഞ്ഞ പേരാണ് അണ്ടർ കാസ്റ്റ്. ഓവർ കാസ്റ്റ് അതുപോലെ കൂടി പോവുക. ഇവിടെ നോക്കി 200 രൂപ കുറഞ്ഞു എന്നാണ് പറഞ്ഞത് സെയിൽസ് ബുക്കിൽ. അപ്പൊ അവിടെ എഴുതിയപ്പോൾ കുറഞ്ഞു പോയത്. യഥാർത്ഥത്തിൽ 200 ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എഴുതിയപ്പോൾ കുറഞ്ഞു പോയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് ശരിയാക്കാൻ വേണ്ടി നമ്മൾ കൂട്ടല് വേണ്ടി ആ എമൗണ്ടിനെ അവരെ കൂട്ടി കൊടുക്കണം. സെയിൽസ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസിലെ എമൗണ്ട് കൂടണമെങ്കിൽ സെയിൽസിൽ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി ടു സെയിൽസ്. ഓക്കെ, ടു സെയിൽസ് ക്രെഡിറ്റ് ചെയ്താൽ ആ അക്കൗണ്ടിൽ എമൗണ്ട് കൂടും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ഭാഗം സസ്പെൻസ് ചെയ്യാൻ. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാണ് വരിക. സെയിൽസ് ക്രെഡിറ്റ്, സെയിൽസ് എന്ന് പറഞ്ഞത് ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താൽ ആ അക്കൗണ്ടിൽ പൈസ കൂടും. ഇനി ഡെബിറ്റ് ചെയ്താൽ ആ അക്കൗണ്ടിൽ പൈസ കുറയും ചെയ്യും. സെയിൽസിൽ ഡെബിറ്റ് ചെയ്താൽ സെയിൽസിൽ പൈസ കുറയും, സെയിൽസിൽ ക്രെഡിറ്റ് ചെയ്താൽ സെയിൽസിൽ പൈസ കൂടും. അതേപോലെ പർച്ചേസ് അക്കൗണ്ടിൽ പർച്ചേസിൽ ഡെബിറ്റ് ചെയ്താൽ പർച്ചേസ് അക്കൗണ്ടിൽ പൈസ കൂടും, പർച്ചേസിൽ ക്രെഡിറ്റ് ചെയ്താൽ പർച്ചേസ് അക്കൗണ്ടിൽ പൈസ കുറയും ചെയ്യും. ഓക്കെ, ഇനി നോക്കുക, ഇതാണ് പർച്ചേസ് ബുക്ക് എന്താണ് വാസ് അണ്ടർ കാസ്റ്റ് കുറഞ്ഞിട്ടാണ്. പർച്ചേസ് ബുക്കിൽ പൈസ കുറഞ്ഞു, എത്ര 500 രൂപ കുറഞ്ഞു. അതായത് നമ്മൾ ഉള്ളേക്കാനാണ് കുറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താണ് പൈസ കൂട്ടണം, നമ്മൾ ഉള്ളതിനേക്കാൾ കുറച്ച് അണ്ടർ കാസ്റ്റ് എന്ന് പറയാം. അപ്പൊ പർച്ചേസ് ബുക്ക് ഡെബിറ്റ് ബാലൻസിൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ പർച്ചേസ് ബുക്കിൽ പൈസ കൂടണമെങ്കിൽ പർച്ചേസിന് എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന് ഇതിന് രണ്ട് പേര് എങ്ങനെ വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് ഇതാണ് അത് വരിക. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ്. നോക്കൂ, പേയ്മെന്റ് റുപ്പീസ് 1000 ടു രാജേഷ് പോസ്റ്റഡ് ടു ഹിസ് ക്രെഡിറ്റ് സീഡല്ലേ. അതായത് നോക്കൂ, ഇതും സസ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നോക്കി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നോക്കി, നമ്മളെ രാജേഷ് എന്ന് പറയുന്ന ആൾക്ക് 1000 കൊടുത്തു. അപ്പൊ നമ്മൾ കറക്റ്റ് സെറ്റ് എൻട്രി വരിക രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക അല്ലെ. ഓക്കെ, അപ്പൊ രാജേഷിന്റെ അക്കൗണ്ടിൽ 1000 കൊടുത്തത് പോസ്റ്റഡ് ടു 100 കേട്ടോ, ഇസ് ക്രെഡിറ്റ് കേട്ടോ. രാജേഷ് സെർക്ക് ഡെബിറ്റ് ആണ്, പക്ഷെ ഇവർ എഴുതിയപ്പം രാജേഷിന്റെ ക്രെഡിറ്റ് ഭാഗത്തേക്ക് 100 എഴുതി എന്നാണ് പറഞ്ഞത്. ഇതൊരു വൺ സൈഡ് ആണ്. ക്യാഷ് ഒക്കെ റെഡിയായി, ക്യാഷ് അക്കൗണ്ടിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല, രാജേഷിന്റെ അക്കൗണ്ടിൽ മാത്രം മിസ്റ്റേക്ക് ഉള്ളൂ. ഒരു ഭാഗത്ത് മാത്രം തെറ്റ് വരുന്ന അക്കൗണ്ട്, അതിനാണ് നമ്മൾ എന്താ പറയാ വൺ സൈഡ് എന്ന് പറയും അല്ലെ. അപ്പൊ എങ്ങനെ ശരിയാക്കുന്ന പറഞ്ഞത്. അപ്പൊ ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് വരിക അല്ലെ, സസ്പെൻസ് അക്കൗണ്ട് വരിക എങ്ങനെ വരിക, വൺ സൈഡ് എറർ ആയതുകൊണ്ട്. അതായത് രാജേഷിന്റെ അക്കൗണ്ടില് ശരിക്കും രാജേഷിന്റെ ഡെബിറ്റ് ഭാഗത്ത് 1000 വരുന്നതിന് പകരം ഒരു നേരെ കൊണ്ടിട്ട് രാജേഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഒരു 100 എഴുതി വെച്ച്. അപ്പൊ ആ രാജേഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഒരിക്കലും 100 വരാൻ പാടില്ല, ഡെബിറ്റ് ഭാഗത്ത് 1000 ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ശരിയാക്കുക, ഇത് നമ്മൾ എങ്ങനെ ശരിയാക്കും നോക്കൂ, നമ്മൾ എങ്ങനെ എമൗണ്ട് ഇത് ശരിയാക്കും. ഓക്കെ, ആ നോക്കി
രാജേഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ഭാഗത്ത് എമൗണ്ട് 1000 വരും അല്ലെ. ഇപ്പൊ വന്നത് രാജേഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് 100 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? അപ്പം നമ്മൾ രാജേഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ഭാഗത്ത് എത്ര വരണം? 1000 വരണം. അപ്പൊ രാജേഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു സസ്പെൻസ് കൊടുക്കുക. സസ്പെൻസ് കൊടുക്കുക കാരണം ക്യാഷ് അക്കൗണ്ടിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ഇനി ഇവിടെ ക്യാഷ് ചെയ്താൽ വീണ്ടും ക്യാഷ് അക്കൗണ്ടിൽ പൈസ പോകും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അത് ക്യാഷ് അക്കൗണ്ടിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ സസ്പെൻസ് കൊടുത്തത് അല്ലെ. രാജേഷ് അക്കൗണ്ട് ടു സസ്പെൻസ് 1000 എഴുതിയാൽ മതിയോ? 1000 എമൗണ്ട് എഴുതിയാൽ പോരാ. അയാളെ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് 100 രൂപ അധികം ഉണ്ട്, നമ്മൾ മാറി എഴുതിയത്. അപ്പം ആ എമൗണ്ട് പാടെ കൂട്ടി ചെയ്ത് നമ്മൾ മാറി എഴുതിയ എമൗണ്ട് പാടെ കൂട്ടി ചെയ്ത് വേണം ഈ എമൗണ്ട് അയാൾ അക്കൗണ്ടിൽ വരും വേണം. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? അപ്പൊ നമ്മൾ 1100 എഴുതണം. 1100 എഴുതുമ്പോൾ എന്താ ഉണ്ടാകുക? ഇപ്പൊ ഡെബിറ്റ് ഭാഗത്ത് 1100 വരും, ക്രെഡിറ്റ് ഭാഗത്ത് 100 ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ പിന്നെ 1100 1000 കുറച്ച് ആ അക്കൗണ്ടിൽ 1000 ബാലൻസ് ഉണ്ടാവും. ആ 1000 ആണ് വരുന്നത്. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1100. രാജേഷ് അക്കൗണ്ട് ടു സസ്പെൻസ്. ഇനി അടുത്ത് നോക്കിയതാ sales of rupees 78 അല്ലെ through the correctly entered in the sales the book was credited to the list account അല്ലെ. നമ്മൾ സെയിൽ മോഹൻ സാധനം വിറ്റു. മോഹൻ സാധനം എൻട്രി വരിക മോഹൻ അക്കൗണ്ട് അപ്പർ ടു സെയിൽസ് എന്നാണ് എൻട്രി വരിക കണ്ടോ. ആ സ്ഥാനത്ത് സെയിൽ ഓഫ് rupees 78 രൂപ വിറ്റ് കറക്റ്റ്ലി entered in the sales book was credited to his account. അതായത് മോഹൻ സെൽഫ് ഡെബിറ്റ് ആണ്. പക്ഷെ മോഹൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഹന്റെ ക്രെഡിറ്റ് ഭാഗത്തേക്ക് 70 രൂപ എഴുതി. മോഹന്റെ സെൽഫ് മോഹന്റെ ഡെബിറ്റ് ഭാഗത്താണ് എത്ര വരുന്നത്? ഡെബിറ്റ് ഭാഗത്ത് മോഹന്റെ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ഭാഗത്താണ് സെയിൽസ് എന്ന് പറഞ്ഞ 78 വരുന്നത്. ആ സ്ഥാനത്ത് മാറിയിട്ട് ഈ ഭാഗത്ത് എത്ര വന്നു? 78 വന്നു സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ഈ അക്കൗണ്ടിൽ ഇതില്ലല്ലോ, ഈ അക്കൗണ്ടിൽ ഇങ്ങനെയാണ് തെറ്റായിട്ട് വന്നത് കണ്ടോ. ഈ അക്കൗണ്ടിൽ ഇങ്ങനെ തെറ്റായിട്ട് വന്നത്. അപ്പൊ ഈ എമൗണ്ട് ക്യാൻസൽ ചെയ്യണം. ഈ എമൗണ്ട് ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ ഡെബിറ്റ് ഭാഗത്ത് എമൗണ്ട് വരുമ്പോൾ മോഹന്റെ അക്കൗണ്ട് ഡെബിറ്റ് ഭാഗത്ത് വരണമെങ്കിൽ ഇതൊരു ലെഡ്ജർ അക്കൗണ്ട് ആണല്ലോ. മോഹന്റെ ഡെബിറ്റ് ഭാഗത്ത് വന്നാലേ ഈ അക്കൗണ്ട് ഡെബിറ്റ് ഭാഗത്ത് വരുള്ളൂ. അപ്പൊ അതിന്റെ എന്താ വരിക? മോഹൻ അക്കൗണ്ട് ഡെബിറ്റർ ടു സസ്പെൻസ് വരാം. ടു സസ്പെൻസ് എന്നിട്ട് 78 156 കൊടുക്കണം ഇവിടെ. അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ മോഹന്റെ ഈ ഭാഗത്ത് ചെയ്തു സസ്പെൻസ് ചെയ്തു. എന്നിട്ട് നമ്മൾ 156 കൊടുക്കും. നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴും 156 ഇട്ട് 156 അല്ലെ. അത് കുറച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടാവും മക്കളെ? 78 ബാലൻസ്. ആ 78 ക്യാൻസൽ ആയത് എക്സ്ട്രാ 78 ബാലൻസ് ഒന്നിച്ചു. ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്താണ് കമ്മീഷൻ റുപ്പീസ് 150 ഹാഡ് ബീൻ ചോയ്സ്ഡ്. കമ്മീഷൻ റുപ്പീസ് 150 പെയ്ഡ്. കമ്മീഷൻ 150 കൊടുത്ത് 2 തവണ കമ്മീഷൻ അക്കൗണ്ട് കഴിഞ്ഞതാണ്. അപ്പൊ കമ്മീഷൻ കൊടുക്കുമ്പോൾ എൻട്രി വരിക കമ്മീഷൻ അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് എന്നാണ്. അതാണ് കമ്മീഷൻ അക്കൗണ്ട് അല്ലെ. അങ്ങനെ 150. അപ്പൊ ഒരു പ്രാവശ്യം കമ്മീഷൻ അക്കൗണ്ട് ക്യാഷ്, നമ്മൾ കമ്മീഷൻ അക്കൗണ്ട് ക്യാഷ് എന്ന് പറഞ്ഞ് 150 എഴുതും അല്ലെ. ഇങ്ങനെ 2 വട്ടം എഴുതി. ഇതേപോലെ ഒന്നുകൂടി എഴുതി ക്യാഷ് അക്കൗണ്ട് 150. അപ്പൊ ഇത് ഇവിടെ അധികം പറ്റാം. ഒരു പ്രാവശ്യം വരാൻ പോകുള്ളൂ, അവിടെ 2 പ്രാവശ്യം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇത് അധികം നേരം ഒഴിവാക്കണം. അപ്പൊ എന്ത് ചെയ്താൽ ഈ ഭാഗത്ത് 150 വന്നാൽ ഇനി ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 150 ഉണ്ടാവുള്ളൂ. അപ്പൊ കമ്മീഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് എമൗണ്ട് വരുന്നെങ്കിൽ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റർ ടു കമ്മീഷൻ വരും. കമ്മീഷന്റെ എമൗണ്ട് കൊടുക്കുക 150 കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ സസ്പെൻസ് ചെയ്തിട്ട് എമൗണ്ട് വരും. അപ്പൊ അതിനെന്താണ് കമ്മീഷൻ അക്കൗണ്ട് അപ്പുറത്തു പിന്നെ സസ്പെൻസ് അക്കൗണ്ട് കമ്മീഷൻ ചെയ്ത 150 അവിടെ കണക്ട് ചെയ്യും. ഓക്കെ അല്ലേ. ഇതാണ് സസ്പെൻസ് അക്കൗണ്ട് കേട്ടോ. അപ്പൊ വൺ സൈഡ് ഉള്ളതൊക്കെ വരുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കി സാലറി റുപ്പീസ് മിസ്റ്റർ സുരേഷ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. സാലറി ആര് കൊടുത്താൽ എൻട്രി വരിക? കറക്റ്റ് എൻട്രി വരിക സാലറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് എന്നാണ്. ആ സ്ഥാനത്ത് ഇവര് ഈ സുരേഷിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇവിടെ സുരേഷിന്റെ സാലറി കൊടുത്തില്ല. അപ്പൊ ഒരു സുരേഷിനെ ഡെബിറ്റ് ചെയ്ത് അവർ എഴുതിയത് സുരേഷ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് എന്നാണ് എഴുതിയത്. ഇതാണ് മിസ്റ്റേക്ക് കണ്ടോ. ഇത് മിസ്റ്റേക്ക്, സാലറി മിസ്റ്റേക്ക്. അപ്പൊ സുരേഷ് എന്നുള്ള ഡെബിറ്റ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് തിരിച്ചാണ് ക്രെഡിറ്റ് ആകും ടു സുരേഷ്. ഓക്കെ. എന്താണ് സാലറി? അപ്പൊ സാലറി അക്കൗണ്ട് അപ്പ് ടു സുരേഷ്. സാലറി അക്കൗണ്ട് ടു സുരേഷ്. ഓക്കെ അല്ലേ. പിന്നെ പർച്ചേസ് ഓവർ കാസ്റ്റ് ഞാൻ പറഞ്ഞു. പർച്ചേസ് ബുക്കിൽ പൈസ കൂടുമ്പോൾ അത് നമ്മൾ അറിയാതെ കൂടി പോകണം. യഥാർത്ഥത്തിൽ അത്ര ഇല്ല. അപ്പൊ നമ്മൾ അതിന് നേരെ കുറക്കണം. പർച്ചേസ് ബുക്കിൽ പൈസ കുറയണമെങ്കിൽ പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ടിൽ പൈസ കുറയണമെങ്കിൽ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്താൽ മതി ടു പർച്ചേസ്. പിന്നെ അണ്ടർ കാസ്റ്റും ഓവർ കാസ്റ്റും എന്തായാലും സസ്പെൻസ് ആക്കണം. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് കേട്ടോ. എമൗണ്ട് ചെയ്താൽ മറക്കരുത്. എമൗണ്ട് ഞാൻ ഇതിലൊന്നും എമൗണ്ട് ഇതിന്റെ വിഷയങ്ങൾ എഴുതണം. എമൗണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ആണ് ഗൂഡ്സ് സോൾഡ് ടു മിസ്റ്റർ സോജൻ. സോജൻ ഗുഡ്സ് വിറ്റു. സോജൻ ഗുഡ്സ് വിറ്റു.
സോജൻ ഗുഡ്സ് വിൽക്കുമ്പോൾ എൻട്രി വരിക സോജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാണ് കറക്റ്റ് ആണ്. ആ സ്ഥാനത്ത് ഇവർ എന്ത് എഴുതിയെന്നാ പറഞ്ഞേ? ആ സ്ഥാനത്ത് ഇവര് ആരെഴുതി? പർച്ചേസ് ബുക്ക് എഴുതിയെന്നാ പറഞ്ഞു കേട്ടോ. ദേ ഹാഡ് ബി പർച്ചേസ് ബുക്ക്, അതായത് അവർ എഴുതിയത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോജൻ എന്നാണ് അവർ എഴുതിയത്. ഇങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത് കേട്ടോ. പർച്ചേസ് ബുക്ക് എഴുതിയതാണ് അവരെ തെറ്റെൻട്രി. ഇനി ഇത് റെക്ടിഫൈ ചെയ്യുമ്പോൾ കറക്റ്റ് എൻട്രി അതേപോലെ എഴുതാം. സോജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് കറക്റ്റ് എൻട്രി ചെയ്യുക. എന്നിട്ട് ഈ റോങ് എൻട്രി കറക്റ്റ് കമ്പയർ ചെയ്യുക. അതിലെന്താണോ മിസ്റ്റേക്ക് ഉള്ളത്, അതിലെന്താണോ പിന്നെ കോമൺ ആയിട്ട് വരുന്നത് ഡിലീറ്റ് ചെയ്ത്, കോമൺ ആയിട്ട് വരുന്നത് സോജന് രണ്ടിലൂടെ അത് ഒഴിവാക്കാം. ഇനി ഈ റോങ് എൻട്രി നോക്കുക. ഈ റോങ് എൻട്രി പർച്ചേസ് എന്നുള്ള ഡെബിറ്റ് ചെയ്യണേ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക ടു പർച്ചേസ്. ഇങ്ങനെയാണ് വരും കേട്ടോ. ടു പർച്ചേസ് എമൗണ്ട് കൊടുക്കണം. എമൗണ്ട് ഇങ്ങനെ കൊടുക്കുക. എമൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ 5K ഇവിടെ 5K കൊടുത്ത് ടോട്ടൽ 10K. സെറ്റ്. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയണം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും സെറ്റ് ആണ് വിചാരിക്കണേ. ക്ലിയർ. ഓക്കെ.